हे बलिदान येशू ख्रिस्ताच्या आज्ञेने अर्पू आपण प्रेमाने येशू ख्रिस्ताचे हे बलिदान. മലബാറിന്റെ മണ്ണിലർപ്പിക്കുന്ന ദിവ്യബലി. ലോകമെങ്ങുമുള്ള സീറോ മലബാർ ക്രൈസ്തവർക്കായി ഒരുക്കുന്ന ഈ ദിവ്യബലി ഇന്ന് മറാഠി സമൂഹം നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച അതീവ ഹൃദ്യമാണ്. നവീന വേദി സജവുയാ ജീവിതയാത്രയിൽ മറാഠി സമൂഹത്തിനിടയിൽ ഉണ്ണിയേശു പിറന്നതിൻ്റെ ആഹ്ലാദം ഓരോ ദിവ്യബലിയിലും സജീവമായി പങ്കെടുക്കുവാൻ പ്രചോദനമാകുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ തീവ്രത മറാഠി സീറോ മലബാർ വ്യക്തിഗത ഇടവക വികാരി റവറൻ ഫാദർ പോൾ പൈനാടത്തിനെ പോലും അതിശയിപ്പിക്കുകയാണ്. വൈദികനാകുവാൻ ഒരുങ്ങുമ്പോൾ മലയാളികളല്ലാത്ത ഒരു സീറോ മലബാർ സമൂഹത്തെ ഒരുക്കിയെടുക്കുന്ന ഇടയനായി ദൈവം തെരഞ്ഞെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട പോൾ പൈനാടത്തച്ഛൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ ഇടവകാംഗമായ റവറൻ ഫാദർ പോൾ പൈനാടത്ത് MST തൻ്റെ ആദ്യകാല അനുഭവങ്ങൾ അയവിറക്കുകയാണ്. ഞാൻ എൻ്റെ പട്ടം ജനുവരി 5, 1991 പട്ടം കിട്ടിയ ഉടനെ തന്നെ എൻ്റെ സഭയിൽ കേരളത്തിലുള്ള പള്ളികളിലൊക്കെ പോയി മിഷനെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്നെ നിയോഗിക്കുകയാണ് ചെയ്തത്. കാരണം അന്ന് സഭയിൽ ഉള്ള ഇടവകളിലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ സഭയെക്കുറിച്ച് MST സഭയെക്കുറിച്ച് അധികമൊന്നും അറിയില്ലായിരുന്നു. കാരണം എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. ഞങ്ങളെല്ലാവരും ജോലി ചെയ്തിരുന്നത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഉജ്ജയിൻ രൂപതയിലാണ് ഞങ്ങൾ കൂടുതൽ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ MSTയെക്കുറിച്ച് അധികം പേർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള രൂപതകളിൽ പോയി ജനങ്ങളോട് സഭയെക്കുറിച്ച് പറയാനും സഭയിലെ മാതൃസഭയും ഞങ്ങളുടെ സഭയും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടാണ് എന്നെ ആദ്യമായിട്ട് അയച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും നമ്മുടെ കല്യാൺ രൂപത തുടങ്ങി. കല്യാൺ രൂപത ഞങ്ങളുടെ സഭയ്ക്ക് സാംഗ്ലി, കൊലാപ്പൂർ, രത്നഗിരി, സിന്ധുദുർഗ് 4 ഡിസ്ട്രിക്റ്റുകൾ മഹാരാഷ്ട്രയിൽ മിഷൻ പ്രവർത്തനത്തിനായിട്ട് തന്നു. ഞാനങ്ങനെ കല്യാൺ രൂപതയിലുള്ള സാംഗ്ലി മിഷനിലേക്ക് വന്നു. അവിടെ ഞാനൊരു സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു, ഫിലോസഫി പഠിപ്പിക്കാൻ, അതിന് പഠിക്കാൻ പോകാൻ. അങ്ങനെ ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് അന്നത്തെ ഞങ്ങളുടെ സുപ്പീരിയർ അച്ഛൻ ചോദിച്ചു, ഇങ്ങനൊരു മറാഠി ഭാഷ പഠിക്കാനായിട്ട് പോകാമോ? അപ്പോൾ എനിക്ക് പുതുതായിട്ട് ചെയ്യുന്ന കാര്യം എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യുക, അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഫിലോസഫിയൊക്കെ പലരും പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ഭാഷ നമ്മുടെ മലയാളികൾ അധികം പേര് പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിട്ട് തോന്നി. ഞാനും പറഞ്ഞു ഓക്കെ, ഞാനങ്ങനെ ഭാഷ പഠിക്കാൻ പോവാം. മറാഠി ഭാഷ സ്വായത്തമാക്കാൻ പോളച്ചൻ കഠിന പ്രയത്നം തുടങ്ങി. പൂനെയിലെ ഡെക്കൻ കോളേജിലെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രി നടത്തുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് ചേർന്ന് റാങ്കോടെ പാസ്സാകുകയും ചെയ്തു. മറാഠി ഭാഷയിൽ ക്രിസ്തീയ പ്രാർത്ഥനകളില്ലാത്തത് പോളച്ചന് മനോവിഷമമുണ്ടാക്കി. അതിനായി മുംബൈ വസായി രൂപതയിലെ ആകാശി എന്ന ഇടവകയിലെ സഹവികാരിയായി പ്രവർത്തിക്കുകയും ആ ഇടവകയിലെ ലത്തീൻ മറാഠി ക്രൈസ്തവരായി അടുക്കുകയും മറാഠി ഭാഷയിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾ എടുക്കുവാനും തുടങ്ങി. അതിനുശേഷം ബോംബെ യൂണിവേഴ്സിറ്റിയിൽ MA ചെയ്തു. തുടർന്ന് സാംഗ്ലിയിലെ അസ്മിത മറാഠി ഭാഷാ കേന്ദ്രത്തിലൂടെ 600ഓളം വൈദികരെയും സന്യാസിനികളെയും മഹാരാഷ്ട്രയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി 65 ബാച്ചുകളിലൂടെ പഠിപ്പിച്ചൊരുക്കി. അതിനോടൊപ്പം
സീറോ മലബാർ സഭയുടെ വിശുദ്ധ ബലിയടക്കമുള്ള എല്ലാ ആരാധനാക്രമങ്ങളും മറാഠി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. വിശുദ്ധ ബലി, കുരിശിൻ്റെ വഴി, മരിച്ചവരുടെ ഒപ്പീസ് തുടങ്ങി എല്ലാ പ്രാർത്ഥനകളും പരിഭാഷപ്പെടുത്തുന്നത് പോളച്ചന് ഒരു വെല്ലുവിളിയായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അത് വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിച്ചു. विश्वासाने दास तुझा मी तुझ्या समोर अर्पिलेले हे बलिदान അങ്ങനെ ഞാൻ കൊലാപ്പൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ താബോറിൽ, ബോംബെയിലുള്ള താബോറിൽ ആശ്രമത്തിൽ, മിനിസ്റ്റേഷൻ ആശ്രമമാണ്, അവിടെ ധ്യാനം നടത്താനായിട്ട് വരുന്നത് മറാഠിയിൽ. അപ്പോൾ 2000 തൊട്ട് ഞാൻ താബോറിൽ വരുന്നുണ്ട്. അന്ന് 2000 അവിടെ മറാഠിയിൽ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരോ അല്ലെങ്കിൽ അതിന് അവിടെയുള്ള ആവശ്യമുള്ള കൊയറൊന്നും അന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ തന്നെ ഒരു MSTയിലുള്ള ഒരു ബെന്നി അച്ഛനാണ് അവിടെ തുടക്കത്തിൽ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നോടെയും കൂടി അച്ഛനും അവിടെ താബോറിലെ അച്ഛന്മാരും വരാൻ പറഞ്ഞ് അവിടെ ചെന്നു. ഞാനവിടെ ചെന്ന് ആദ്യം ധ്യാനത്തോടു കൂടി തന്നെ ആവശ്യമുള്ള പാട്ടുകൾ, ധ്യാനത്തിൻ്റേതായിട്ടുള്ള മറാഠിയിലുള്ള പാട്ടുകൾ, കരിസ്മാറ്റിക് ലൈനിലുള്ള പാട്ടുകൾ അതൊക്കെ ഉണ്ടാക്കി അതിനുള്ള കൊയറൊക്കെ അവിടെ ഉണ്ടാക്കി ആളുകളെ സംഘടിപ്പിച്ച് അങ്ങനെ നല്ലൊരു രീതിയിൽ മറാഠി ധ്യാനം അവിടെ നടക്കുന്നുണ്ട്. ആ കാലത്ത് ഒത്തിരി പേര് ഈശോയെ അറിയാനിട വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇങ്ങനെ വന്നും പോയ ആളുകളൊക്കെ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടത്ര ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ അവരെ നോക്കുന്ന ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അവർ ഇതിലേക്ക് പോയി എന്ന് എനിക്കറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനന്ന് നമ്മുടെ പിതാവ് ഇളവന പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ ഈ ബോംബെയിൽ വന്ന് ഇങ്ങനെ പുതുതായിട്ട് ഈശോയെ സ്വീകരിക്കുന്ന ആ മനുഷ്യരെ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ വരാം. അപ്പോൾ പിതാവിനോട് ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞോളൂ, ഇവിടെ വരുമ്പോൾ മറാഠി ഭാഷ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി പിതാവ് എനിക്ക് ശരിയാക്കി തരണം. അപ്പോൾ പിതാവ് ഇവിടെയുള്ള അച്ഛന്മാരോടൊക്കെ ചോദിച്ചു, അവർക്കെല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഞാനിവിടെ ബോംബെയിലേക്ക് വരികയാണ്. 2014 ബോംബെയിൽ വന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഏകദേശം 9 സ്ഥലങ്ങളിൽ ഈശോയെ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കുർബാന അവരുടെ ഭാഷയിൽ നടത്തുന്നുണ്ട്. ആ കുർബാന സ്ഥലങ്ങളിൽ ഈശോയെ സ്വീകരിച്ചവരും ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവരും ഇതെന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരും അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈശോയെ സ്വീകരിച്ച് വരുന്ന ആൾക്കാർ ഈ മഹാരാഷ്ട്രയിലുള്ളവരുണ്ട്, UPയിലുള്ളവരുണ്ട്, ബീഹാറിലുള്ളവരുണ്ട്, ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും ബോംബെയിൽ വന്ന് താമസിക്കുന്ന ആളുകളൊക്കെ ഈശോ അറിയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് മലയാളം ഒന്നും ഭാഷ മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ പ്രാർത്ഥന നടത്തുക ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കല്യാൺ രൂപതയിൽ ഒരു പേഴ്സണൽ പാരിഷ് എന്നതിന് പറയുക, പേഴ്സണൽ പാരിഷ് പിതാവ് ഇറക്റ്റ് ചെയ്തു. ഇതൊരു 150 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഇടവകയാണ്. അതിന് കെട്ടിടം ഇല്ല. അത് വ്യക്തിഗത ഒരു ഇടവകയാണെന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കുക. അതിൻ്റെ വികാരിച്ചനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ബോംബെയിൽ എവിടെ വേണമെങ്കിലും വിശ്വാസികൾക്ക് വേണ്ടി കുർബാന ചെല്ലാം. അതായത് നമ്മളുടെ ഇടവകയിൽ ഉള്ള വികാരിച്ചിന് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിലാണ് അച്ഛൻ വികാരിയായിരിക്കുക. ഈ പേഴ്സണൽ പാരീഷിൻ്റെ വികാരിയായിരിക്കുന്ന അച്ഛൻ ബോംബെയിലുള്ള ഏകദേശം 150 കിലോമീറ്റർ ആ ഏരിയയുടെ മുഴുവൻ വികാരിയാണ്. അതായത് നോൺ മലയാളി സീറോ മലബാർ ക്രിസ്ത്യൻസ്, നോൺ മലയാളി സീറോ മലബാർ ക്രിസ്ത്യൻസിൻ്റെ വികാരിച്ചനാണ്. അപ്പോൾ അച്ഛൻ എവിടെയൊക്കെയാണോ നമ്മളുടെ പുതുതായിട്ട് ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുള്ളത് അവർക്ക് വേണ്ടി എവിടെ സ്ഥലം കിട്ടുമോ എന്നന്വേഷിച്ച് മിക്കവാറും നമ്മുടെ പള്ളികളിൽ തന്നെ
നമ്മുടെ സീറോ മലബാർ പള്ളികളിൽ തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി കുർബാന അറേഞ്ച് ചെയ്യുക. മലയാളം കുർബാന കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ ഫ്രീ ഉള്ള സമയം നോക്കി നമ്മുടെ ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ കുർബാന നമ്മളവിടെ ചെല്ലുകയാണ്. അത് നമ്മുടെ മലയാളം ഇടവകയിലുള്ളതുപോലെ തന്നെ കുർബാനയും നൊവേനയും ഒപ്പീസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്കിടെ മാമോദിസ നടക്കുമ്പോൾ അവരുടെ കോർട്ടിൽ പേപ്പറൊക്കെ അഫിഡവിറ്റൊക്കെ ഉണ്ടാക്കിയാണ് അവർക്ക് നമ്മൾ ജ്ഞാനസ്നാനം കൊടുക്കുക. അവരുടെ എല്ലാ റെക്കോർഡുകളും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ മാമോദിസയുടെ, വിവാഹത്തിൻ്റെ, ശരീരലേപനത്തിൻ്റെ, കുർബാനയുടെ എല്ലാം അങ്ങനെ സാധാരണ ഇടവക പോലെ തന്നെ ഈ ഇടവകയും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കാറ്റഗിസം ഉണ്ട്. നമ്മുടെ ഒരു വർഷത്തിൽ നടക്കുന്ന ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഉണ്ട്. കുരിശിൻ്റെ വഴി അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലുള്ള ഓരോരോ ഭക്തസംഘടനകളുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മളും ഈ ഇടവകയിൽ നടത്തുന്നുണ്ട്. ഇത് 150 കിലോമീറ്ററിൽ നീളത്തിൽ കിടക്കുന്നതായതുകൊണ്ട് കോമൺ ആയിട്ടുള്ള സെലിബ്രേഷൻ, ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയുള്ള സെലിബ്രേഷൻ നമ്മൾ ഒരു പള്ളിയിൽ വെച്ചായിട്ടായിരിക്കും നടത്തുക. അപ്പോൾ അവിടെ ഇവരെല്ലാവരും കൂടിയും ഒരുമിച്ച് വരും. ഈ പേഴ്സണൽ പാരീഷിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് മാർത്തോമ കാത്തലിക് പേഴ്സണൽ പാരീഷ് എന്നാണ്. നമ്മുടെ ഇവിടുത്തെ മിനിസ്ട്രിയുടെ പ്രത്യേകത, ഇപ്പോൾ ഞാൻ ഞായറാഴ്ച രാവിലെ ഒരു സ്ഥലത്തു നിന്ന് 5:30 എഴുന്നേറ്റ് കുർബാനയുള്ള സ്ഥലത്തേക്ക് വരും. കുർബാന 7:30-ക്കാണ്. ആദ്യം ബസ് കയറും, അത് കഴിഞ്ഞിട്ട് ബസ് ഇറങ്ങി പിന്നെ റിക്ഷ ഇറങ്ങി പിന്നെ നടന്ന് കുർബാനയുള്ള സ്ഥലത്തേക്ക് വരിക. അവിടെയും സിസ്റ്റർമാർ അവരുടെ മഠത്തിൽ നിന്ന് രാവിലെ അവർ ഇതുപോലെ 5 മണിക്ക് എഴുന്നേറ്റ് ട്രെയിൻ കയറി അവരും റിക്ഷയൊക്കെ മാറി കയറി ഇവിടെ എത്തും. ഇവിടുത്തെ കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ 7:30, 8-നാണ് നമ്മൾ കുർബാന. ഈ കുർബാന കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് റിക്ഷയ്ക്കാണ് പോവുക. അത് ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യണം ഷെയ്ഡ് റിക്ഷയിൽ. കല്യാണം കത്തീഡ്രൽ പള്ളിയിലാണ് രണ്ടാമത്തെ കുർബാനയ്ക്ക് പോവുക. ആ കത്തീഡ്രൽ പള്ളിയിലെ അച്ഛൻ എൻ്റെ അച്ഛനാണ് അവിടെ കുർബാനയില്ല. പക്ഷേ കുർബാന കഴിയുമ്പോൾ ഞാൻ ആളുകളെല്ലാവരെയും കാണും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വികാരിച്ച് നമുക്ക് തരുന്ന ഭക്ഷണമുണ്ട്. ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 1 മണി 1:15 കൂടി അവിടെ നിന്ന് ഞാനും 2 സിസ്റ്റേഴ്സും കൂടി അടുത്ത സ്ഥലത്തേക്ക് പോകും. അത് പിന്നെ അവിടെ നിന്ന് റിക്ഷ കയറി ട്രെയിൻ ഇറങ്ങി വീണ്ടും റിക്ഷ കയറി പോകണം. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറോളം യാത്രയുണ്ട്. അതായത് അടുത്ത മാൻകുർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അവിടെ പോയി അവിടെ 4 മണിക്കാണ് കുർബാന. അവിടെ കുർബാനയുണ്ട്. കുർബാന കഴിയുമ്പോൾ സൺഡേ ക്ലാസ് എടുക്കുക. അവിടെ വരുന്ന ഒരു നമ്മുടെ തന്നെ ഒരു ഇടവക്കാരിയായിട്ടുള്ള മാഡമാണ് അവിടെ ക്ലാസ് എടുക്കുക. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത കുർബാന അവിടെ നിന്ന് ഞങ്ങളൊരു 5:15 ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങും. 5:15 ഇറങ്ങി ബോറിവിളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനും ഇതുപോലെ റിക്ഷയും ട്രെയിനൊക്കെ മാറിക്കയറി ഏകദേശം ഒരു 2 മണിക്കൂർ താഴെ സമയമെടുക്കും. അവിടെ ചെല്ലുമ്പോൾ 7:30-ക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുക. നമ്മൾ ചെല്ലുന്നതനുസരിച്ചായിരിക്കും കുർബാന. 7:30-ക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ 7:30-ക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അപ്പോൾ ചെല്ലുന്ന അന്നേരമായിരിക്കും. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അവിടെ ഇരുന്ന് കൊന്തയൊക്കെ ചെല്ലുന്നുണ്ടാവും. ഞങ്ങൾ ചെന്ന ഉടനെ 7:30-ക്ക് കുർബാന. 7:30-ക്ക് കുർബാന കഴിഞ്ഞ് ഒരു 8:45, 9 ആകുമ്പോഴേക്കും തീരും. അപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ എന്തെങ്കിലും ചെറിയ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ വരുമ്പോഴേക്കും ഏകദേശം രാത്രി ഒരു 10:30, 11 മണിയൊക്കെ ആവും. അതേ ഞാൻ അവിടെ കിടക്കും. പിറ്റേ ദിവസം തിങ്കളാഴ്ച വേറെ സ്ഥലത്തേക്കാണ് പോവുക. നൈകാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അവിടെ ഇതുപോലെ ഉച്ചയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. അവിടെ കുർബാന നമുക്ക് വൈകുന്നേരം 6:30-ക്കാണ്. 6:30-ക്ക് കൊന്ത, 7-ന് പ്രാർത്ഥന, അത് കഴിഞ്ഞ് ആരാധന. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു 8:30, 9 മണിയാവും. 9 മണിയാകുമ്പോൾ ഞാൻ അവിടെ തന്നെ കിടക്കുക. അവിടെ കിടക്കാനായിട്ട് മുറിയൊന്നുമില്ല. അപ്പോൾ പള്ളിയിൽ തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് കസേരയൊക്കെ 4 സൈഡിലൊക്കെ വെച്ച് അവിടെ നെറ്റൊക്കെ കെട്ടി അവിടെ കിടക്കുക. അവിടെ നിന്ന് ചൊവ്വാഴ്ച അടുത്ത സ്ഥലത്തേക്കാണ്. അങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസവും ഞാൻ ഓരോരോ സ്ഥലത്തേക്കാണ് പോവുക. കിലോമീറ്ററോളം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മാർത്തോമ വ്യക്തിഗത ഇടവകയിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുക എന്നത് ദുഷ്കരമാണെങ്കിലും ഒരു ഇടവക വികാരി എന്ന നിലയിൽ പോളച്ചൻ വളരെ സന്തോഷത്തോടെയാണ് ഈ ചുമതല നിറവേറ്റുന്നത്. ഭൂരിഭാഗം മറാഠി സമൂഹം
വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണെങ്കിലും ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞതോടെ അങ്ങേയറ്റം പ്രത്യാശാഭരിതരാണ്. ഇടവക വികാരി എന്ന നിലയിൽ ഭവന സന്ദർശനം നടത്തി ഇവർക്കാവശ്യമായ ആശ്വാസവാക്കുകളും കൗൺസിലിങ്ങും നൽകാൻ പോളച്ചൻ സമയം കണ്ടെത്തുമ്പോൾ ഇവരുടെ ജീവിതം കൂടുതൽ ചിട്ടയുടെ സൗന്ദര്യം പാലിക്കുന്നു. തെരുവുകളിലെ ഷെഡുകളിലും ചോർന്നൊലിക്കുന്ന കക്കൂസ് അടക്കമുള്ള ഒറ്റമുറി ഫ്ലാറ്റുകളിലും കഴിയുന്ന ഇവർ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് പുതുതലമുറയ്ക്ക് मादृगयागुന്നു. आम्हाला खूप जण सांगायचे येशूबद्दल, पण आम्ही विश्वासच ठेवत नव्हतो. मी बोलायची काही झालं तरी चालेल, पण आम्ही येशूमध्ये जाणार नाही. शेवटी एवढी कंडिशन खराब झाली का प्रमाणाच्या बाहेर आम्ही खूप भगत केले, कुठे कुठे मस्जिदमध्ये गेलो, खूप ठिकाणी गेलो, पण आम्हाला बरंच वाटत नव्हतं. मग शेवटी आमच्या बाजूला एक येशूकडे जाणारं कुटुंब होतं. मग त्याने आम्हाला येशूबद्दल सांगितलं, तरी पण आम्ही जायलाच तयार नव्हतो. मग शेवटी एकदम कंडिशन खराब झाल्यामुळं मग शेवटी पर्यायच उरला नव्हता. मग आम्ही गेलो येशूकडे, आणि मग तिकडे गेल्याच्या नंतर मग पहिल्या दिवशी म्हणजे आम्हाला अनुभव आला. आता आम्हाला वाटतं की चर्चशिवाय आम्हाला दुसरं काही नको आहे. आम्हाला चर्च खूप आमच्यासाठी महत्त्वाचं आहे. माझ्या लग्नाला 13 वर्ष झाली होती. मला मूलबाळ नव्हतं. आणि भरपूर दवाखाना वगैरे केले, तरी मला काही मूलबाळ झाले नाही. पण जेव्हापासून मी देवात आली, देवावर विश्वास ठेवला, आणि देवाने मला आशीर्वाद दिला, आणि मला ही माझी मुलगी झाली. 13 वर्षानंतर मला मूल झालं आहे. आणि त्याच्यानंतर देखील मला वाटलं नव्हतं की परत पुन्हा मी आई होऊ शकेल. देवाने पुन्हा मला आशीर्वादित केलं, आणि पुन्हा मला सुंदर मुलगी देऊन आशीर्वादित केलं. ഈശോയെ തിരിച്ചറിയാൻ ഫാദർ പോൾ പയനാടത്ത് നടത്തുന്ന ശ്രമകരമായ ദൗത്യം ഒത്തിരി സ്വാധീനമാണ് ഈ മറാഠി സമൂഹത്തിൽ ചെലുത്തിയിരിക്കുന്നത്. दोन 2005 मी येशूमध्ये आलो. मला येशू काय आहे माहिती नव्हतं. मी पहिला खूप दारू पियायचो, सिगरेट पियायचो. माझी बहीण रेचल पाटील हिने मला हिचा येशूवर खूप विश्वास होता. हिने येशूमध्ये मला आणलं. तिने मला येशू काय आहे सांगितलं. येशूची प्रार्थना तिने मला शिकवली. मी रोज प्रार्थना करायचो. येशूने मला हळूहळू दारूच्या व्यसनातून, सिगरेटमधून बाहेर काढलं. जेव्हा पण माझ्यावर काही संकट यायचं तेव्हा येशू मला त्यातून बाहेर काढायचा. माझी नोकरी जायची तेव्हा सतत येशू मला त्यातनं बाहेर काढायचा. मला फक्त एवढंच माहिती होतं की आपले हात सगळे सोडतील, पण आपल्यावरती बसलेला पिता आपला हात कधीच सोडणार नाही. मला परमेश्वराने 2012पासून आशीर्वाद द्यायला कृपा केली. मला जिवंत परमेश्वर काय माहीतच नव्हतं. मी भरपूर मूर्तीपूजक होते. वेगवेगळ्या देवांची मूर्तीपूजा करायची, उपवास प्रार्थना करायचे, बिना चपलीची प्रार्थना करायचे, उपवास करायचे, वेगवेगळ्या ठिकाणी जायचे, पाया पडायचे, नारळ फोडायचे. पण खरा देव कोण आहे ते मला माहीतच नव्हतं. मला एका स्त्रीने सांगितलं की ताबोर आश्रममध्ये जा, तिथे प्रार्थना करतो खरा जिवंत परमेश्वर आहे, तुझा ऐकेल. मला ताबोर आश्रमपासून देवाची प्रार्थना आणि आशीर्वाद मिळायची सुरुवात झाली. परमेश्वराने माझी धाव ऐकली, प्रार्थना ऐकली, आणि आता जे जीवन सुंदर जगत आहे ते परमेश्वरच्या कृपेने. मी 2008मध्ये येशूमध्ये आलो. याच्या अगोदर मी दारू, सिगरेट, पान, विडी, गांजा सगळे व्यसन करायचो. त्यानंतर माझी किडनी खराब झाली. किडनी खराब झाल्यानंतर मी परत किडनी खराब झाली. त्यानंतर किडनी ट्रान्सप्लांट झाली. किडनी ट्रान्सप्लांट झाल्यानंतर परत मी दारू, सिगरेट प्यायला चालू केलं. त्यानंतर मग आज येशूच्या कृपेने माझ्या किडनी ट्रान्सप्लांटला 10 वर्ष झालीत. परत मला इन्फेक्शन झालेलं, 3दा इन्फेक्शन झालं. पहिलं इन्फेक्शन माझं होतं की माझं ब्लड कमी झालेलं, 2.3 माझं HP झालेलं. दुसरं इन्फेक्शन पण माझं
HP कमी झालेलं. आणि तिसरं इन्फेक्शन माझं स्वाईन फ्लू झालेलं. डॉक्टर बोललेले मी वाचू शकत नाही. डॉक्टरने माझी गॅरंटी दिली नव्हती वाचायची. मग माझ्या घरच्यांना बोललेले तुमच्या नातेवाईकांना घेऊन या, की हा वाचू शकत नाही. आज येशूच्या कृपेने मी जिवंत आहे. मला येशूमध्ये येऊन 8 वर्ष झाले. येशूमध्ये नव्हती तेव्हा म्हणजे सगळ्यांचं लाईफमध्ये खूप काही ना काही प्रॉब्लेम असतात. पण माझा असा होता की सगळे लोकांचं फ्रेंड्स असायचे. मी शाळेमध्ये जायची, तिथे पण माझ्याशी कोण फ्रेंडशिप करायचं नाही. आणि घरात पण आली तर घरात पण मम्मी पप्पांचं खूप भांडणं व्हायचं. आणि घरात पण म्हणजे खूप किटकिट राहायचे. आणि सुखशांती म्हणतात ना, ते काहीच नव्हतं. खूप प्रॉब्लेम्स होते घरात पण. आणि मग माझ्या बाजूला तिथे सगळे होते, प्रेयर चालू होती आणि नेहमी तिथे प्रेयर असायची. मी नंतर मला ते लोक बोलले की प्रेयरमध्ये ये आणि येशूकडे तू प्रार्थना कर. त्याच्यानंतर मी म्हटलं की ठीक आहे, आपण एवढं काय करतो, मग आपण देवाकडे पण प्रेयर करून बघूया. मग तेव्हा मी प्रेयरमध्ये जायला लागली हळूहळू. आणि देवाची कृपा माझ्यावर झाली. आणि शाळेमध्ये पण खूप सारे फ्रेंड्स झाले. आणि नंतर स्टडीमध्ये पण मला चांगला प्रोग्रेस भेटायला लागला. चांगल्या मार्काने मी पास व्हायला लागले. आणि माझ्या घरात पण देवाच्या कृपेने हळूहळू सुखशांती यायला लागली. मी मार्शल आर्ट फील्डमध्ये आणि देवाच्या कृपेने मला 3 गोल्ड मेडल भेटलेत आणि 3 सिल्वर भेटले आणि 1 ब्राऊन मेडल भेटले. परत मला बेस्ट रेफरीशिपची मला ट्रॉफी पण भेटली. मैं 2003 से यीशु में है. मेरी शादी 2003 में हो गई और ससुराल में मेरा मामा ससुरे का डेथ हो गया वही दिन, शादी के दिन. उनके घर में मैं ऐसे लगी कि मेरा पाँव अच्छा नहीं है. तो मुझे बहुत दुख हो गया कि ऐसा क्या हो गया कि मैं अच्छी नहीं हूँ. तो मैं बहुत कोशिश किया भगवान को ढूंढने के लिए. मेरे पति कुवैत में जॉब में थे, मैं टीचर थी स्कूल में. और 3 साल के बाद प्रभु ने मुझे एक बच्चा दे दिया. जब भी मैं 7 मंथ की मैं प्रेग्नेंट थी, तभी मेरा घर का 6x6 का सीलिंग नीचे गिर गया. मैं बैठी थी मगर मुझे कुछ भी लगा नहीं, क्योंकि प्रभु का वचन है कि तेरा बाल भी मैंने गिना हुआ है. फिर बाद में मुझे 2 साल के बाद मैं भगवान के पास, प्रभु के पास प्रार्थना किया. मुझे एक लड़की चाहिए. मुझे एक लड़की भी भगवान ने दे दिया. ऐसे मेरे परिवार सब अच्छा चल रहा था. 2006 से मैं यीशु का नाम सुना. मैं तो पहले से बहुत मतलब शुगर पेशेंट था, लेकिन मुझे मतलब डायरेक्ट मुझे मालूम नहीं था यीशु को. लेकिन मेरा औरत को बीमार हो गया, पेट में बहुत दर्द हो रहा था. तो वो दूसरा औरत से बता दिया मेरा पेट में बहुत दर्द हो रहा है. तो वो लोग बोला कि मैं तुम्हारे यहाँ आके प्रार्थना करेगा, तुम ठीक हो जाएगी. तो वो लोग आया, कई लोग आया और वो प्रार्थना किए और वो ठीक हो गई. फिर विश्वास में बढ़ते गया. फिर उसके बाद प्रॉब्लम रहता था, लेकिन लोगों ने मेरे को बोला कि तुम किसी भी तरह से विश्वास छोड़ो मत, तुम्हारा सब ठीक हो जाएगा. मैं धीरे धीरे जो है बहुत प्रार्थना करने लगा. प्रार्थना में बढ़ते गया और वो जो है प्रॉब्लम सब ठीक होते गया. 3 वर्षापूर्वीची गोष्ट आहे की आम्ही प्रभूमध्ये आलो. मिस्टर जॉय ब्रदर, तिथे आम्ही गेलो. त्यांनी एंट्रीज करताना त्यांना असं म्हणजे प्रभूबद्दल एकदम प्रसन्नता वाटली. आणि तिथे गेल्यावरती आम्हाला माहिती पडलं की प्रभू कोण आहे. त्यानंतर मग मी एकदा गेली. त्याच्यानंतर मग मलाही तिथे खूप बरं वाटलं आणि खूप काही म्हणजे असं आनंद वाटला. जेवढं दुःख होतं ना, त्या दुःखामध्ये आम्हाला म्हणजे खूपच एकदम प्रसन्नता वाटली. ഈ സീറോ മലബാർ മറാഠി സമൂഹം ഓരോ ഭാഗങ്ങളിലും ഒരുമിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ വീടുകളിൽ ഒത്തുകൂടി ഈശോയോട് നന്ദി പറയാനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുങ്ങുമ്പോൾ ആദിമസഭയുടെ ചാരുതയിലേക്ക് എത്തിച്ചേരുകയാണിവർ. ഈ സമൂഹത്തിനായി കഷ്ടപ്പെടുന്ന വൈദികരും സന്യാസിനികളും കൂടാതെ ചില മലയാളികളുമുണ്ട്. അവരുടെ സമ്പത്തും അധ്വാനവും വിയർപ്പുമെല്ലാം ഫലം പുറപ്പെടുവിക്കുമ്പോൾ സംതൃപ്തിയോടെ കഴിഞ്ഞ കാലത്തെ ഓർക്കുകയാണ്.
ഇവിടുത്തെ ബിഷപ്പ്, കല്യാൺ രൂപതയുടെ ബിഷപ്പ് തോമസ് ഇലവനൽ, പിതാവ് മലയാളികൾ ദൈവത്തെ അറിയുന്നത് പോലെ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ദൈവത്തെ അറിയണമെന്ന് പിതാവ് താല്പര്യപ്പെട്ടു. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു 8 മറാഠി കുർബാന സെൻറ്റർ പിതാവ് സ്ഥാപിച്ചതാണ്. അതിൽ ഒരെണ്ണം ഒരു പള്ളി ഭീവണ്ടിയായിരുന്നു. ഈ ഭീവണ്ടി പള്ളി എന്ന് പറയുമ്പോഴേക്കും ഒരു ചെറിയൊരു ഇടവക. അപ്പോൾ പിതാവ് പറഞ്ഞു, ഈ മറാഠി കുർബാന സെൻറ്ററിൽ ഒരെണ്ണം ഈ ഭീവണ്ടിയിൽ വെച്ച് നടത്തണം എന്ന്. പക്ഷേ ഭീവണ്ടിയിൽ ഞങ്ങളുടെ സഹോദരന്മാർക്ക് താല്പര്യമില്ല. അവർ പറയുന്നത്, ഇവിടെ മറാഠി കുർബാന നടത്തുകയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഇവിടെ നിന്ന് ഓടേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളുടെ വീടാ ഞങ്ങൾക്ക് പറയാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നത്. ഒരു സ്ഥലം വേണമായിരുന്നു അച്ഛന്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്താൻ സ്ഥലമുള്ളൂ, വേറെ സ്ഥലങ്ങളൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു, മെയ് മാസം അടുത്ത് വരുന്ന ഞായറാഴ്ച ഇവിടെ വെച്ച് കുർബാന നടത്താമെന്ന്. അതിനുശേഷം അച്ഛൻ ഈ 6 മണിക്കാകുമ്പോഴേക്കും ജോലിക്കാർ ജോലി കഴിഞ്ഞിട്ട്, ഇവിടെ കൂടുതലും ഈ ഫാക്ടറികളും കാർഖാന ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണല്ലോ ഉള്ളത്. അവർ 6 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് ഇവിടെ ആ സമയത്തെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അച്ഛൻ 6 മണി സമയം ഫിക്സാക്കി. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുന്ന സമയം അതെല്ലാം കണക്കാക്കി 6 മണിക്ക് കുർബാന പറഞ്ഞു. അങ്ങനെ മറാഠി കുർബാന അത് വീണ്ടും ആളുകളുടെ എണ്ണം കൂടി. കൂടുതൽ പേരായപ്പോഴേക്കും മുകൾ ഭാഗത്ത് ഞങ്ങളത് സ്ഥലം അറേഞ്ച് ചെയ്തു. ആദ്യമൊക്കെ ഈ തിരുനാളൊക്കെ വരുമ്പോഴേക്കും അവർക്ക് വേണ്ടി ഫീസ്റ്റിൻ്റെ സമയത്ത് ഒക്കെ മധുരം അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. വൈകുന്നേരം 6 മണിക്ക് അവർ സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടോ വരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഭക്ഷണം ആവശ്യമാണ്. ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ കൊടുത്ത് ഒരു വിശ്വാസ സമൂഹമായി വാർത്തെടുക്കാൻ നമുക്കും ശ്രമിക്കാം. അനേകം ദേശങ്ങളിൽ പ്രവാസികളായ സീറോ മലബാർ സമൂഹത്തിലേക്ക് തങ്ങളുടെ ചുറ്റുമുള്ളവരെ കൊണ്ടുവരാം. മഹാരാഷ്ട്രയുടെ പൗലോസ് അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന റവറൻ ഫാദർ പോൾ പയനാട് MSTയുടെ പാത നമുക്കും പിന്തുടരാം.